ഒടുവിൽ സുപ്രീം കോടതി വിധി കേരളത്തിനും അനുകൂലമായി തീരുകയാണ്. സുപ്രീം കോടതി വിധി എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളും വായിച്ചിട്ടുണ്ടാകും. നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുറേ ഫയലുകളുടെ മേൽ അടയിരുന്നല്ലോ, കുറേ ബില്ലുകളുടെ മേൽ. നമ്മളെ സംബന്ധിച്ച് 7 ബില്ലുകളാണ്. ലോകായുക്ത ബില്ല്, അതുപോലെ തന്നെ സർവകലാശാല ചാൻസലർ അധികാരം സർക്കാരിൽ കേന്ദ്രീകരിക്കുന്നത്, VC-മാരുടെ നിയമനം, അങ്ങനെയുള്ള ബില്ലുകളാണ്. തമിഴ്നാട് സർക്കാരിൻ്റെതും സമാനമായ ബില്ലുകളായിരുന്നു. 10 ബില്ലുകളാണ് RN രവി എന്ന് പറയുന്ന ഗവർണർ അവിടെ തടഞ്ഞു വെച്ചത്. അതായത് AIDMK, അതായത് ജയലളിതയുടെ പാർട്ടി ഭരിച്ചിരുന്നപ്പോഴുള്ള 2 ബില്ലുകൾ ഉൾപ്പെടെ 12 ബില്ലുകളാണ് അയാൾ തടഞ്ഞു വെച്ചത്. അതിനെതിരെയാണ് സുപ്രീം കോടതി വരെ സമീപിച്ചു. അവസാനം സുപ്രീം കോടതി ഈ RN രവിയെ പലതവണ താക്കീത് ചെയ്തു. അവസാനം അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രത്യേക അധികാരമൊന്നുമില്ല, ഗവർണർക്ക് പ്രത്യേക അധികാരമൊന്നുമില്ല എന്ന് സുപ്രീം കോടതിക്ക് എടുത്ത് പറയേണ്ടി വന്നു. അത് മാത്രമല്ല, തടഞ്ഞു വെച്ച ബില്ലുകൾ മുൻകാല പ്രാബല്യത്തോടെ പാസ്സാക്കുകയും ചെയ്തു. എന്നാണോ രണ്ടാമത് നിങ്ങൾക്ക് സമർപ്പിച്ചത്, നിയമസഭ രണ്ടാമത് പാസ്സാക്കി ഗവർണർക്ക് സമർപ്പിച്ചത്, ആ ദിവസം മുതൽ ആ ബില്ലുകൾ നിയമമായി എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിനും അത് ഗുണകരമായി. കേരളത്തിന് ഗുണകരമാകുന്നത് പല അർത്ഥത്തിലാണ്. പല അർത്ഥത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരിഫ് മുഹമ്മദ് ഖാനെ പുകഴ്ത്തുന്ന മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു, മാധ്യമങ്ങളുണ്ടായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാനാണ് ശരിയെന്ന് വാദിക്കുകയും സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ വാദഗതികൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ ഉണ്ടായിരുന്നു. പല ഘട്ടത്തിലും സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ആളുകൾ ഇവിടെ പല തരത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ തെറ്റാണെന്ന് സ്ഥാപിക്കുന്നതാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇന്നലെ പുറത്തു വന്ന സുപ്രീം കോടതി വിധി. സുപ്രീം കോടതി വിധി എടുത്ത് കൃത്യമായി പറയുന്നുണ്ട്, ഗവർണർക്ക് പ്രത്യേക അധികാരം ഒന്നുമില്ല. ഗവർണർ ഒരു വഴികാട്ടി മാത്രമാണ്, സംസ്ഥാന സർക്കാരിൻ്റെ വഴികാട്ടി മാത്രമാണ്. നിയമസഭയാണ് സംസ്ഥാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടത്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് നിയമസഭയാണ്. നിയമസഭയിലുള്ള അല്ലെങ്കിൽ മന്ത്രിമാരെയും MLA-മാരെയും ഒക്കെയാണ് സംസ്ഥാനം തെരഞ്ഞെടുത്തിരിക്കുന്നത്, സംസ്ഥാനത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന ബില്ല് ഗവർണർ ബില്ല് പഠിക്കണം. ബില്ല് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് പാസ്സാക്കാൻ കഴിയില്ല. ബില്ലിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് കുറിപ്പായി തയ്യാറാക്കി അതിലെ വിയോജിപ്പ് കുറിച്ച് തിരികെ സർക്കാരിന് കൊടുക്കുക. സർക്കാർ അത് പഠിച്ച ശേഷം അവർ വീണ്ടും ബില്ല് പുനഃപരിശോധിച്ച് ബില്ല് ഒരിക്കൽ കൂടി അതിനകത്തുള്ള ഗവർണറുടെ വിയോജിപ്പുകൾ തിരുത്തി വീണ്ടും നിയമസഭ പാസ്സാക്കി അയച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനകം അത് പാസ്സാക്കി അയക്കണം, ബില്ല് പാസ്സാക്കണം. അല്ലെങ്കിൽ ഗവർണർക്ക് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കേണ്ട കാരണവും വ്യക്തമാക്കണം. അല്ലാതെ എല്ലാ കാര്യങ്ങളും രാഷ്ട്രപതിക്ക് അയച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബാഡ്മിൻ്റൺ കളിക്കുന്ന പോലെ എല്ലാ ബില്ലും രാഷ്ട്രപതിക്ക് അയക്കുക, അങ്ങോട്ട് തിരിച്ചയക്കുക, സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുക, ഇത്തരം പരിപാടികളൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കിയിട്ട് അതിൻ്റെ നിയമസഭ പാസ്സാക്കി അയക്കുന്ന ബില്ലിൻ്റെ പുറത്ത് വെറുതെ ഇങ്ങനെ അടയിരിക്കാനും പാടില്ല എന്നാണ് RN രവിക്ക് കൊടുത്ത നിർദ്ദേശം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോദി സർക്കാരിനും RN രവിക്കും കിട്ടിയ കരണക്കുറ്റിക്ക് അടി കിട്ടിയതുപോലെയാണ്. ഈ മോദി സർക്കാർ അവർക്ക് ഇഷ്ടപ്പെടാത്ത സർക്കാരുകൾക്ക്, അതായത് BJP ഇതര ഗവൺമെൻറ്റുകളെ അവരുടെ വരുതിയിൽ നിർത്താനൊക്കെയാണ് അവരുടെ ഗവർണർമാരെ നിയമിക്കുന്നത്. എന്നിട്ട് ഈ സർക്കാരുകളെ മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഈ ഗവർണർമാർ മാക്സിമം ശ്രമിക്കും. നമുക്കറിയാം കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തൊക്കെയാണ് ചെയ്തു വെച്ചതെന്ന്. ഈ സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി, എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ വിവാദങ്ങളുണ്ടാക്കി, എത്ര പ്രശ്നങ്ങൾ. അവസാനം അയാൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് സർക്കാരിനൊന്ന് ശ്വാസം വിടാൻ തന്നെ പറ്റിയത്. എന്നിട്ടും ഇപ്പോഴും 7 ബില്ലുകൾ അദ്ദേഹം പാസ്സാക്കിയിട്ടില്ല. അപ്പോൾ സർക്കാർ കരുതുന്നത് അദ്ദേഹം പാസ്സാക്കാത്ത ബില്ലുകൾ ഒരുപക്ഷെങ്കിൽ സുപ്രീം കോടതി പരിഗണിക്കുകയാണെങ്കിൽ, സുപ്രീം കോടതിയുടെ ഇതേ ബെഞ്ച് തന്നെ പരിഗണിക്കുകയാണെങ്കിൽ ആ ബില്ലുകളും പാസ്സാക്കപ്പെടും. അത് സർക്കാരിന് ഒരുപാട് ഗുണം ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള പ്രതീക്ഷ. അതുമാത്രമല്ല, നിലവിൽ ഈ ഗവർണർമാർ, ഇത് തമിഴ്നാട് സർക്കാരിന് മാത്രമല്ല, സ്റ്റാലിൻ പറഞ്ഞു തമിഴ്നാട് സർക്കാരിന് മാത്രമല്ല, ഇത് ഇന്ത്യയിൽ ആകമാനമുള്ള ഗവർണർമാർക്കുള്ള താക്കീതാണ് സുപ്രീം കോടതി വിധി. സുപ്രീം കോടതി വിധി എന്ന് പറയുമ്പോൾ ഇന്ത്യക്കുള്ള സുപ്രീം കോടതിയാണല്ലോ. ഒരു സ്റ്റേറ്റിന് വേണ്ടി മാത്രമല്ല ഈ വിധി, എല്ലാ സ്റ്റേറ്റിനും ബാധകമാണ്, എല്ലാ ഗവർണർമാർക്കും ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാ സ്റ്റേറ്റിനും വേണ്ടിയുള്ള വിധിയാണ്. അതുകൊണ്ട് എല്ലാ സ്റ്റേറ്റിനും ഇത് ആശ്വസിക്കാം. ഗവർണർമാർ ഈ സ്റ്റേറ്റുകളെ കടന്നാക്രമിച്ച് അവർ പാസ്സാക്കുന്ന ബില്ലുകളുടെ മേൽ അടയിരിക്കുന്ന സ്വഭാവം ഇതോടുകൂടി അവസാനിക്കുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിന് മാത്രമല്ല എല്ലാ സ്റ്റേറ്റിനും ആശ്വസിക്കാം. ഈ മോദിക്ക് ഇഷ്ടമില്ലാത്ത സർക്കാരുകളെ പിടിച്ചു വയ്ക്കുന്ന രീതി ഇതോടുകൂടി അവസാനിക്കുമെന്നും പ്രതീക്ഷിക്കാം. ഏതായാലും സുപ്രീം കോടതി അതിൻ്റെ അധികാരം, അതിൻ്റെ നീതിയുക്തമായ അധികാരം പ്രയോഗിച്ചത് വളരെ നല്ല കാര്യമാണ്, വളരെ ശുഭസൂചകമാണ്.
കേരളത്തിനും അതുപോലെ തന്നെ തമിഴ്നാടിന് ഇതോടുകൂടി MK സ്റ്റാലിൻ അവിടുത്തെ സർക്കാർ സർവകലാശാലകളുടെയൊക്കെ ചാൻസലറായി മാറി. അതുപോലെ ഈ RN രവിയുടെ അഹങ്കാരത്തിന് പൂട്ടു വീണു. അത് തന്നെയാണ് അവിടുത്തെ തമിഴ്നാടിനുള്ള ഗുണം. കേരളത്തിനും ആ ഗുണം ലഭിക്കുമെന്നാണ് ഇപ്പോഴുള്ള പ്രതീക്ഷ. എന്തായാലും മെയ് 12-ാം തീയതി കേരളത്തിൻ്റെ കേസുകൾ പരിഗണിക്കും. അപ്പോൾ ഇതിൻ്റെ വ്യക്തമായ ചിത്രം നമുക്ക് ലഭിക്കും. ഏതായാലും സുപ്രീം കോടതിയുടെ വിധി വളരെ ആശ്വാസകരമാണ് എന്ന് പറയുന്നതാകും ഉചിതം.